എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ സർക്കാർ അവിടെ ഒരു ടൗൺഷിപ്പ് മാതൃകയാണ് ഉദ്ദേശിക്കുന്നത് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അപ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ചേർന്ന് നിൽക്കും. ഓൾ പാർട്ടി മീറ്റിങ്ങിലുള്ള സജഷൻസ് ഒക്കെ വന്ന് അങ്ങനെ ഒരു ആശയം സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അന്തിമ രൂപം മനസ്സിലായില്ലല്ലോ. മനസ്സിലാകുന്ന മുറക്ക് കാര്യങ്ങൾ ഞങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കും. പാർട്ടി സ്വന്തമായി തന്നെ 100 വീട് വെച്ച് കൊടുക്കുകയും തങ്ങൾ പറഞ്ഞതുപോലുള്ള എല്ലാ ബാക്കി അവിടുത്തെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ പദ്ധതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ കാര്യങ്ങൾ തീരുമാനമാകുന്ന ഞങ്ങൾ വ്യക്തമാകുന്നതും അന്തിമ തീരുമാനമൊന്നും ആയില്ലല്ലോ. ആകുന്ന മുറക്ക് കാര്യങ്ങൾ ആലോചിക്കും. ഏതായാലും സർക്കാരിൻ്റെ സഹകരണം പ്രതീക്ഷിക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞു. അനാഥരാകുന്ന കുട്ടികൾ കുറച്ച് പേരുണ്ട്. ഒരുപാട് നിയമത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെ പാർലമെന്റിൽ ഉൾപ്പെടെ അവതരിപ്പിക്കേണ്ടി വരും ചിലപ്പോൾ ഈ വിഷയം. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ MP-മാർ കൂടെ ഉണ്ട്, പാവൊക്കെ ഉണ്ട്, ബാക്കി ആളുകൾ അവിടെ ഉണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അവരൊക്കെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഫോറസ്റ്റ് ലാൻഡ് ആണെങ്കിൽ ഗവൺമെൻറ് വിട്ട് തരേണ്ടി വരുമല്ലോ. ഇതങ്ങോട്ട് കൊടുത്തിട്ട് പകരം ഫോറസ്റ്റ് ലാൻഡ് എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടല്ലോ. ഏതാണ് കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അവസാനം ചെയ്യുന്നതെന്ന് നോക്കാം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം, കേരള ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം വയനാടിൻ്റെ ഭൂമി തരങ്ങളുടെ ഒക്കെ പ്രത്യേക സാഹചര്യത്തിൽ ധാരാളമുണ്ട്. അതാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ അതിലൊക്കെ അവർ സഹകരിക്കണം. പക്ഷേ പാർട്ടി ഒരു വലിയ മെഗാ പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നു. അതാണ് തങ്ങളിവിടെ പ്രഖ്യാപിച്ചത്. ഇന്നിപ്പം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വളരെ മോശമായിട്ടാണ് കേരളത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ദുരന്തമുഖത്ത് ഇത്രയും പേര് ഈ കണ്ണീരിലാക്കി നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ പറയുന്നത് കേരളം ഉണ്ടാക്കിയതാണ് ഈ ദുരന്തം എന്നുള്ളതാണ് ഇപ്പം പറയുന്നത്. വളരെ മോശമാണ്. ഇപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ കണ്ണീരൊപ്പാൻ നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പൊളിറ്റിക്സ് അമിതമായി പറയേണ്ട എന്നാണല്ലോ. ഇവിടെ ഓപ്പോസിഷൻ ലീഡർ വന്നു, രാഹുൽ ഗാന്ധി. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ ഒരു പൊളിറ്റിക്സും പറയില്ല എന്നല്ല, ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. പക്ഷെ സഹകരിക്കുകയാണല്ലോ മൊത്തത്തിൽ. അതിന് വ്യത്യസ്തമായി പുറപ്പുറത്തിരുന്ന് കയറിയിരുന്ന് രാഷ്ട്രീയം പറയുന്നത്, കേന്ദ്രം അവിടെ ഇരുന്ന് പറയുന്നത് അതൊന്നും ശരിയല്ല. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇങ്ങനെ അനുദിനം ഏറി വരുന്ന സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് ഒരു ദേശീയ ദുരന്തമായി ഇതുവരെ പ്രഖ്യാപിക്കാത്തത്? ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ഓൾ പാർട്ടി മീറ്റിംഗ് ആവശ്യപ്പെട്ട് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതോടുകൂടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുകൂല്യത്തിന്റെ മാനദണ്ഡം ക്ലിയർ ആകുക. അത് ചെയ്തേ പറ്റുള്ളൂ. അതാണ് അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. ശരി, ഓക്കെ. ഒരുക്കമാണ്, വലിയ മാറ്റങ്ങൾ അതിന് വരുന്നു, അത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എന്താണ് അതിനോട്? അത് ദുരുദ്ദേശമാണ്, യാതൊരു സംശയവുമില്ല. കേന്ദ്ര ഗവൺമെന്റ് ഈ തരത്തിലുള്ള അജണ്ടകൾ, വർഗീയ അജണ്ടകൾ എടുക്കുന്ന കൂട്ടത്തിൽപ്പെട്ട് ചെയ്യുന്ന ദുരുദ്ദേശപരമായ ഒരു നടപടിയാണ്. അതിനെ ശക്തിയുക്തം ഞങ്ങളൊക്കെ എതിർക്കും. വഖഫ് നിയമത്തിലൊരു കടന്നുകയറ്റം, ഭൂമികളുടെ പിന്നെ അതിൻ്റെ നിജസ്ഥിതി പരിശോധന എന്നുള്ള നിലക്ക് ചെയ്യാനാണോ എന്നുള്ള സംശയമുണ്ട്. അവരെ ഡ്രാഫ്റ്റ് വരട്ടെ. MP-മാർക്കൊക്കെ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, വളരെ വിജിലൻ്റ് ആയിരിക്കണം.